സാക്ഷി രാഗം പാടും. രാഗം പാടിക്കഴിഞ്ഞാൽ മതികല മൂടി തന്നിൽ മേവിന മാതങ്കാമുഖ നാഗ ഭൂഷണ മതി തന്നിൽ നീനച്ചൻപിൽ പാദം ഇത് കരീവോടു കൂപ്പുന്നേ ജയ സരസീജ പുതു പൂവിൽ സന്തതം സരസമായി സുഖിച്ചൻപിൽ മേവിന സരസ്വതി ദേവി പാദാംബുജം സ്വരരീതി ഇങ്ങനെ ഓരോ പൂജയ്ക്ക് ഓരോ ധ്യാനികളും ഓരോ സ്തുതിപ്പുകളുമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉഷപൂജയുടെ പാടി, നേതൃത്വ പൂജയുടെ വരുമ്പോഴത്തേക്ക്, പന്തിരണ്ടയുടെ വരുമ്പോഴത്തേക്കിന് എന്ന് വെച്ചാൽ ആ ടൈമിൻ്റെ ഒരു വ്യത്യാസം. 12 അടി ആകുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ചുകൂടെ ഉണരും. ഒരു 8 മണി 7:30 ഒരു 8 മണി ആകുമ്പോഴത്തേക്കിന് നമ്മൾ ക്ഷേത്രത്തിലൂടെ നടക്കുന്നത് എങ്ങനെയായിരിക്കും? മന്ദമൊന്നും ആയിരിക്കത്തില്ല. വളരെ എന്ന് വെച്ചാൽ നമ്മുടെ ജോലി ഭാഗമായിട്ട് നമ്മൾ പോകാൻ നേരത്തെ വളരെ ശീഘ്രമായിട്ട് പോകും. അപ്പം അതിനകത്ത് വരുമ്പോഴത്തേക്കിനും ആ ധ്യാനി നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നല്ല ചമരീകളും വിലസി ഗുണമുള്ളൊരു കുഴലും പിഴിഞ്ഞിട്ടുള്ള ഉടയാടയും ഉടലിൽ കരിക്കാർമൂകി മറത്തേടിയ ഇരുമീത തോളും. ക്ഷേത്രത്തിൻ്റെ പടവുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരോഹണം അവരോഹണം പോലല്ലേ, അതുപോലെ സോപാന സംഗീതം പതിയെ തുടങ്ങി അങ്ങ് ഉച്ചസ്ഥായിലെത്തിയിട്ട് വീണ്ടും ആ ഉച്ചസ്ഥായിൽ നിന്ന് തിരിച്ച് ഇറങ്ങുന്ന ഒരു ശൈലിയാണ് നമ്മുടെ. അതാ ഇപ്പം ഉച്ചപൂജയുടെ ധ്യാനിക്ക് പാടുകയാണെന്നുണ്ടെങ്കിൽ മലമാതിരു തനയൻ നല്ല മതവാരണ മൂഖവൻ പല പോതിലും മധുരം കോരി തിരുകും കലയായുള്ള കവിമാലകൾ പുകൾ പാരിനു പല തുണയാകണം ഗണനായകൻ അതിനോടും. ഇങ്ങനത്തെ ഒരു ശൈലിയിലാണ് നമ്മൾ പാട്ട് പാടി അവതരിപ്പിച്ചു വരുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും കൂടി ഭഗവാന് ഈ